അപകടം പറ്റി പൊള്ളലേറ്റു എത്ര സമയത്തിനുള്ളിൽ ഇവിടെ എത്തണമെന്നാണ്? അങ്ങനെ ഇവിടെ സമയക്രമം ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന 2 മണിക്കൂർ കൊണ്ട് വേദനയും പുകച്ചിലും പൂർണ്ണമായിട്ടും മാറും. 3:30 ഇവിടെ കൊണ്ടുവന്നു. അതൊരു അടിമാലി ആവശ്യമില്ല. എന്നിട്ട് എത്ര സമയം കൊണ്ട് ആ പൊള്ള ഒരു നീറ്റൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റി? 5:30 ആയപ്പോ തന്നെ ഒത്തിരി മാറ്റം, എണ്ണ പുരട്ടിയപ്പോ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. ഈ എണ്ണയുടെ രഹസ്യം ഞാൻ പറഞ്ഞു. ഇത് ഇന്ന് ഈ ഫോറസ്റ്റുകളുടെ എല്ലാം കയറി നടന്ന് കേരളത്തിന്റെ നാനാ ഭാഗത്തായിട്ട് പറിച്ചെടുക്കുന്ന മരുന്ന് എന്ന് പറഞ്ഞാൽ ആത്മഹത്യക്ക് ശ്രമിച്ച കേസ് ഞാൻ പിടിക്കില്ല. അല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഏത് പൊള്ളൽ പറ്റിക്കഴിഞ്ഞാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വാച്ചിൽ നോക്കിയാൽ ഞാൻ 2 മണിക്കൂർ സമയം ആവശ്യമാണ്. 2 മണിക്കൂർ കൊണ്ട് വേദനയും പുകച്ചിലും മാറ്റി കൊടുക്കാന്നുള്ള ഗ്യാരണ്ടിയാണ്. ഞാൻ നിൽക്കുന്നത് അടിമാലി പൊള്ളൽ പാരമ്പര്യ ചികിത്സാ കേന്ദ്രത്തിലാണ്. ഇത് നടത്തുന്നത് വൈദ്യർ ജോർജാണ്. ഇപ്പോൾ ഇവിടെ ഒരു സുപ്രധാനമായ ഒരു ചികിത്സയ്ക്ക് വേണ്ടി ആൾക്കാർ എത്തിയിട്ടുണ്ട്. അതായത് ഈ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുക, അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ വഴി ലീക്ക് വരിക, എന്നിട്ട് അപകടം സംഭവിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആനച്ചാലിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള അത്തരത്തിലുള്ള അപകടം 4 പേരാണ് വളരെ ഗുരുതരമായി പൊള്ളലേറ്റിരിക്കുന്നത്. അവർ ഏകദേശം വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ ചികിത്സയിലുള്ള നേട്ടങ്ങൾ എന്നെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അവരുടെ ബന്ധുക്കൾ നമ്മളോടൊപ്പം ഉണ്ട്. നമസ്കാരം, എന്താ പേര്? സിൽവി. നമ്മുടെ ആരാണ് ഇവിടെ? മോളുടെ ഭർത്താവ്. എന്താ ഉണ്ടായിട്ടുള്ളത്? അതവര് ഗ്യാസ് കണക്ട് ചെയ്തപ്പം ഓവർഫ്ലോ ആയതാന്നാ പറഞ്ഞത്. ഞാൻ സംഭവം നടക്കുമ്പോൾ ഇല്ലായിരുന്നു, പാലായില താമസിച്ച് ഞാൻ വന്നതാണ്. അങ്ങനെയാണ് പറഞ്ഞറിഞ്ഞത്. പിന്നെ കൂടുതൽ വിവരങ്ങൾ ഞാൻ അവരോട് ചോദിച്ചില്ല. അപ്പോൾ അവരുടെ വന്നപ്പോൾ എങ്ങനെയായിരുന്നു സ്ഥിതി? വന്നപ്പം ഉണ്ട്, നമുക്കത് പറയാൻ പറ്റത്തില്ല. വളരെ ഗുരുതരമായ അവസ്ഥയായിരുന്നു. ആശുപത്രിയിലോട്ടാണ് ആദ്യം കൊണ്ടുവരുന്നത്. ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കാരണം എന്താ? അവിടെയുള്ള പറഞ്ഞു ഇങ്ങനെ വൈദ്യന്റെ അടുത്ത് വന്നാൽ നല്ല ചികിത്സ ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പം എത്ര ദിവസമായി വന്നിട്ട്? 6 ദിവസമായി. ഇപ്പം എങ്ങനെയുണ്ട്? വന്നേക്കാളും മാറ്റമുണ്ട്. പക്ഷേ ഇത് പൊള്ളിയിരിക്കണ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇച്ചിരി പനിയും വിറയിലൊക്കെ ഉണ്ട്. അതേ എത്ര ദിവസം വേണ്ടി വരും എന്നാണ് പറഞ്ഞത്? 1 മാസം. 1 മാസം. എന്നാലും ഇപ്പം വന്നതിന് ശേഷമുള്ള മാറ്റം എത്രമാത്രം ഉണ്ട്? അതിനനുസരിച്ച് ജോമോൻ ഇച്ചിരി ഇതാണ്. അല്ലാണ്ട് 4 പേർക്കാണോ? 4 പേർക്ക്. ജോമോന്റെ വൈഫിന്, പിന്നെ ജോമോന്റെ വല്യമ്മയ്ക്ക്, ജോമോന്റെ ചാച്ചന്, 4 പേർക്ക് നല്ല മാറ്റമുണ്ട്. ഇപ്പൊ എത്ര ഒരാഴ്ച കഴിഞ്ഞു? 6 ദിവസം കൊണ്ട് തന്നെ നല്ല മാറ്റം വന്നു കഴിഞ്ഞു. ഓക്കെ, നമുക്ക് വൈദ്യരോട് തന്നെ ചോദിക്കാം, എന്താണ് ഇവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇതുപോലെ HP-യുടെ കമ്പനിയിൽ നിന്നുള്ള ഗ്യാസിനാണ് ഈ കംപ്ലൈൻറ്റുകൾ ഇപ്പം വന്നിവിടെ ഞാൻ കൂടുതലായിട്ട് കാണുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് രാജാക്കാട് ഇതുപോലെ ഒരു കേറ്ററിംഗ് സർവീസുകാർ ഈ ഗ്യാസ് മാറി വെച്ചതാണ്. ഗ്യാസ് മാറി വെച്ചാൽ നോബും അകത്തുള്ള നോബ് അടഞ്ഞില്ല, അത് പുറത്തേക്ക് തള്ളിപ്പോയി. അങ്ങനെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്കും പുള്ളിയുടെ ഭാര്യയ്ക്കും പൊള്ളലേറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്ട് 70% പൊള്ളലാണ്. ജോമോനും ഒരു 70% പൊള്ളലാണ്. എന്നാൽ ജോമോൻ്റെ വൈഫിന് ഒരു 40% ഉള്ളൂ. ചാച്ചനും അമ്മയ്ക്കും ഒക്കെ ഒരു 30% പൊള്ളലാണ് സംഭവിച്ചിട്ടുണ്ട്. 70% എന്ന് പറഞ്ഞാൽ സാധാരണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ രക്ഷപ്പെടാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അത്തേക്ക് തണുത്ത സാധനങ്ങളെല്ലാം ഫസ്റ്റ് തന്നെ ജോമന് കരിക്കമ്പളം കൊടുത്തു. അതാണ് സംഭവിച്ചു പോയത്. അല്ലെങ്കിൽ ജോമൻ ഇത്രയും പനി കയറി പിടിക്കില്ലായിരുന്നു. ബാക്കിയുള്ളവർക്കൊന്നും അത്രയും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ചികിത്സയുടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞപ്പോൾ നേരെ നമ്മുടെ അടുത്തേക്ക് തന്നെ പോകുന്നതുകൊണ്ട് ഇപ്പോൾ ആരോഗ്യ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കണം. എത്ര സമയം കൊണ്ട് പൂർണ്ണമായി ജോമോൻ ഒരു 28 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് വിടാം. ജോമോന്റെ വൈഫിന് ഒരു 15 ദിവസം കൊണ്ട് നമുക്ക് വിടാൻ സാധിക്കും. മറ്റേ ഇവര് രണ്ടുപേരും ഒരു 15, ഇച്ചിരി പ്രായമുള്ളവരെ 72 വയസ്സുണ്ട് അമ്മയ്ക്ക്. അപ്പോൾ ഒരു 50 വയസ്സിന് മുകളിലേക്ക് പിള്ളേർ ഏറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് അമ്മയുടെ ഉണങ്ങി വന്നോന്നുണ്ടെങ്കിൽ എങ്ങനെയാലും 1 മാസം താമസം വരും. ഈ പാരമ്പര്യ ചികിത്സയിൽ എന്താണ് ഉപയോഗിക്കുന്നത്? പാരമ്പര്യ ചികിത്സയിൽ ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇവിടെ നിന്ന് പറിച്ചെടുക്കുന്ന മരുന്നും എണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 70% പൊള്ളലേറ്റിൻ്റെ കുട്ടിയിലാണ് നമ്മുടെ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന മണിക്കുട്ടി. 3 മാസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ചിട്ടാണ് നേരെ ഇങ്ങോട്ട് കൊണ്ടിരുന്നത്. അവൾ ഇവിടെ നിന്നല്ല റെഡിയായത്. എത്ര ശതമാനം വരെയുള്ള ഞാൻ 70% വരെയുള്ളത് പിടിച്ചിട്ടുണ്ട്. 70-80 വരെയും പിടിച്ചിട്ടുണ്ട്. പിന്നെ ആരോഗ്യസ്ഥിതി അനുവദിക്കണോട്ടോ. പ്രധാനപ്പെട്ട ആരോഗ്യം കൂടെ നോക്കണം. പിന്നെ പ്രായത്തിന്റെ പരിധി. ഈ 70% വന്നു കഴിഞ്ഞാൽ സാധാരണ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് 70% ആയതാണ്, രക്ഷപ്പെടാത്തതാണല്ലോ നമ്മുടെ അടുത്ത് വന്നത്. അപ്പൊ അങ്ങനെ വരുന്ന താങ്കൾ ഇപ്പൊ എത്ര കാലമായി ഇവിടെ? ഞാനൊരു 15 വർഷമായി. ഇതിനൊക്കെ എത്ര പേരെ ചികിത്സിച്ച് മാറ്റിയിട്ടുണ്ട്? ഞാൻ ഒരു 1000 പേരിൽ മുകളിലെങ്കിലും ചികിത്സിച്ചു കൊടുത്ത് സുഖമാക്കി വിട്ടിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടുന്ന് കഴിഞ്ഞ ബുധനാഴ്ചയാണ് നമ്മുടെ
ഇവിടെ നീലീശ്വരം വെടിക്കെട്ട പോയിട്ടുണ്ടായില്ലേ, അപ്പൊ അവിടുന്ന് പലരും എന്നെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. കോണ്ടാക്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, മരുന്നിന്റെ കാശും ഭക്ഷണം ഇവിടെ നമ്മൾ പറഞ്ഞു, ഭക്ഷണത്തിന്റെ കാശും താട്ടെ ആളെ നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടാണ്. അപ്പൊ ഇപ്പൊ ഇന്നലത്തെ ന്യൂസിനകത്ത് പറഞ്ഞിട്ട് മൊത്തത്തിൽ ഇപ്പൊ 6 പേര് മരിച്ചു. 6 പേര് മരിച്ചു. ഇനിയായാലും അവിടെ നിന്നുള്ളവർ വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യ സ്നേഹി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറഞ്ഞത്. ഭക്ഷണത്തിന്റെ കാശും അതുപോലെ തന്നെ മരുന്നിന്റെ കാശും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആളെ രക്ഷപ്പെടുത്തി. അപകടം പറ്റി, പൊള്ളലേറ്റു, എത്ര സമയത്തിനുള്ളിൽ ഇവിടെ എത്തണം? അങ്ങനെ ഇവിടെ സമയക്രമം ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന 2 മണിക്കൂർ കൊണ്ട് വേദനയും പുകച്ചിലും പൂർണ്ണമായിട്ടും മാറും, രോഗിക്ക് ആശ്വാസവും, രോഗി എഴുന്നേറ്റിരുന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങും. ഞാൻ ഇവരിവിടെ വന്നപ്പോൾ ഇവിടെ 3:30 മണിക്കാണ് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റയ്ക്ക് ഒരു കാര്യമുള്ളൂ, 5 മണി വരെ എനിക്ക് സമയം തരണം. 5 മണിയാകുമ്പോൾ ആൾ എഴുന്നേറ്റിരുന്ന് ആഹാരം കഴിച്ചോളും, കിടന്ന് ഉറങ്ങിക്കോളും. ശരിയാണോ എന്ന് നിങ്ങൾ ചോദിച്ചു? ശരി തന്നെയാണോ പറഞ്ഞത്? അതായത് സാധാരണ പൊള്ളലേറ്റാൽ ഏത് മരുന്ന് പുരട്ടിയാലും ആ പൊള്ളലെന്ന് ഓയിൽമെന്റ് പറ്റി ഇവിടെ കൊണ്ടുവന്നേ. അപ്പൊ ഓയിൽമെന്റ് എല്ലാം ഈ ചേട്ടൻ പറഞ്ഞ എല്ലാം നമ്മൾ തുടച്ചു കളഞ്ഞിട്ട് എണ്ണ ഇട്ടപ്പോ ഒത്തിരി ആശ്വാസം. 5:30 ആയപ്പോ എഴുന്നേറ്റിരുന്നു. എത്ര സമയം കൊണ്ട് കൊണ്ടുവന്നതിന് ശേഷം നീറ്റൽ നിന്നൊക്കെ മാറ്റം വരാൻ പറ്റും? സംഭവിച്ച ഒരു 10:30, 10:45 ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ 3:30 രാവിലെ രാവിലെ ഉണ്ടായത്. രാവിലെ 10:30 ഉണ്ടായത്, 3:30 കൊണ്ടുവന്നു ഇവിടെ ഉള്ളത്. അതൊരു അടിമാലി ആവശ്യമില്ലായിരുന്നു. എന്നിട്ട് എത്ര സമയം കൊണ്ട് ആ ഒരു നീറ്റൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റി? ഒരു 5:30 ആയപ്പോ തന്നെ ഒത്തിരി മാറ്റം, എണ്ണ പുരട്ടിയപ്പോ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. ഈ എണ്ണയുടെ രഹസ്യം പറയാൻ പറ്റുമോ? അല്ല, ഇതിപ്പോ രഹസ്യം ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളൂ ഇതിനകത്ത്? ഈ എണ്ണയുടെ രഹസ്യം ഞാൻ പറഞ്ഞു. ഇത് ഇന്ന് ഈ ഫോറസ്റ്റുകളുടെ എല്ലാം കയറി നടന്ന് കേരളത്തിന്റെ നാനാ ഭാഗത്തുനിന്നായിട്ട് പറിച്ചെടുക്കുന്ന മരുന്നത്. ഇപ്പൊ ഇത് എനിക്ക് ശേഷം ഈ പാരമ്പര്യം ഏതായാലും അസ്തമിച്ചു പോകില്ല, അടുത്തയാളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു തായ് വഴിയായിട്ട് ഇത് വെച്ചുകൊണ്ടിരിക്കുന്നതുമല്ല. ഇതിനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ, രഹസ്യം പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ നടന്ന് ആദ്യം മരുന്നിനെ പറ്റി പഠിക്കണം. താല്പര്യമുള്ള ആളുകൾക്ക് മുറിവൈദ്യന് ആളെ കൊല്ലിക്കുന്ന പറഞ്ഞു. ഇപ്പൊ നമ്മള് കേട്ട പാതി കേൾക്കാതെ എന്നാലും രഹസ്യം പറഞ്ഞു തരുന്ന. എന്തായാലും അടിമാലിയിൽ വരുന്നവർക്ക് പൊള്ളലേറ്റ് എന്തായാലും മരിക്കേണ്ടി വരില്ല, അവർക്ക് ആരോഗ്യത്തോടെ തന്നെ മടങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ചികിത്സാ രീതി കൊണ്ട് മനസ്സിലാക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വന്നിട്ട് ചികിത്സിച്ച് ഭേദമായിട്ടുണ്ട്. ഇവിടെ വന്ന് പൊള്ളൽ ചികിത്സാ വിദഗ്ധനായ ജോർജ് വൈദ്യരെ കണ്ടൊന്ന് സംസാരിച്ചാൽ തന്നെ ചിലപ്പോൾ പൊള്ളൽ മാറും. അത്രയ്ക്കും അദ്ദേഹത്തിൻ്റെ ഹൃദ്യമായ പെരുമാറ്റം മാത്രമല്ല ആത്മവിശ്വാസമാണ് കൊടുക്കുന്നത്. എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുപോവാ, കുറഞ്ഞ സമയം കൊണ്ട് അവർ നീറ്റൽ മാറ്റിത്തരാം. അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം പൊള്ളലിൽ ഏറ്റവും പ്രധാനം ശരീരം മുഴുവൻ വെന്ത് നീറുന്ന വല്ലാത്ത വേദന തിന്നുന്ന ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ അവരുടെ എണ്ണ പുരട്ടിക്കഴിഞ്ഞാൽ, അതായത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാട്ടിൽ നിന്നൊക്കെ പറിച്ചെടുക്കുന്ന ചെടികളും വേരുകളൊക്കെ ഉപയോഗിച്ച് അദ്ദേഹം അപൂർവമായി ഉണ്ടാക്കുന്ന ഒരു എണ്ണയാണ് അദ്ദേഹത്തിൻ്റെ ഈ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന സാധനം, ഔഷധം. ആ പുരട്ടിക്കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ നീറ്റൽ അങ്ങോട്ട് അവസാനിക്കും എന്ന് ദൃക്സാക്ഷി തന്നെ, അനുഭവസ്ഥയായ ആളുകളുടെ ബന്ധുക്കൾ തന്നെ പറയുകയാണ്. എന്തായാലും എവിടെയുണ്ടെങ്കിലും പാരമ്പര്യ വൈദ്യനായ അടിമാലിയിലെ മില്ലുംപടി, അതായത് അടിമാലി മില്ലുംപടി എന്ന സ്ഥലത്ത് കല്ലാർകുട്ടി റോഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ ബന്ധപ്പെടാനുള്ള നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കും വൈദ്യരെ. എൻ്റെ നമ്പർ 99 47 20 36 73. ഇതാണ് എൻ്റെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങൾ ഏത് പൊള്ളലേറ്റ് എന്ന് പറഞ്ഞാൽ ആത്മഹത്യക്ക് ശ്രമിച്ച കേസ് ഞാൻ പിടിക്കില്ല. അല്ലാത്ത നാച്ചുറലായിട്ടുള്ള ഏത് പൊള്ളൽ പറ്റിക്കഴിഞ്ഞാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വാച്ചയിൽ നോക്കിയാൽ ഞാൻ 2 മണിക്കൂർ സമയം ആവശ്യപ്പെടുന്നു. 2 മണിക്കൂർ കൊണ്ട് വേദനയും പുകച്ചിലും മാറ്റി കൊടുക്കാന്നുള്ള ഗ്യാരണ്ടിയാണ്. ആത്മഹത്യ ശ്രമിക്കുന്നത് എന്തുകൊണ്ട് അങ്ങേറ്റെടുത്തു? അല്ല, അവര് ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ച് പോകാൻ തീരുമാനിച്ചത് അവരെ ആ വഴിക്ക് നമ്മൾ വിവരക്കേട് കൊണ്ടല്ലേ വൈദ്യുതി വന്നപ്പോൾ ജീവിക്കാനുള്ള ആത്മവിശ്വാസം കൊടുക്കില്ലേ? വിവരക്കേടല്ല അത്, വിവരക്കേടല്ല, ജീവിതം മടുത്തിട്ട് തിരിച്ചു പോകാൻ ഉദ്ദേശിച്ചു. അവര് ആ പോകുന്ന വഴിക്ക് വൈദ്യശാസ്ത്രം എന്നാ പറഞ്ഞറിയോ, അടിക്കണ വഴിക്ക് പോയില്ലെങ്കിൽ പോണ വഴിക്ക് അടിച്ചേക്കും. സമ്മതിച്ചു. പലപ്പോഴും പല പ്രശ്നം കൊണ്ടായിരിക്കല്ലോ ആ സമയത്ത് ദുർബല നിമിഷത്തിൽ ഉണ്ടാവുന്നതല്ലേ. ആത്മഹത്യ ചെയ്യണമെന്ന് ആരും വിചാരിച്ച് ജീവിക്കുന്നില്ലല്ലോ, ജനിക്കുന്നില്ലല്ലോ. ചില സന്ദർഭങ്ങളിൽ അവർക്ക് അങ്ങനെ വരുന്നു, പ്രശ്നങ്ങൾ നേരിടാൻ പറ്റാതെ വരുമ്പോൾ. അതുകൊണ്ടുള്ള ആത്മഹത്യ ചെയ്യുന്നത്. അതിന് തീ വന്ന് വേണോ, കയറുണ്ട്, വിഷമുണ്ട്, എന്തെല്ലാം സാധനം. അതാവട്ടെ, തീ വരുമ്പോഴാണല്ലോ അങ്ങയുടെ ആവശ്യം. താങ്കളെടുത്ത് എത്തുമ്പോ വാ എന്ന് പറഞ്ഞ് നീ ജീവിച്ചോ എന്ന് പറഞ്ഞ് ശരിയാക്കിയാ പോരെ. അത് ആത്മഹത്യക്ക് ശ്രമിക്കുന്ന കേസ് ഞാൻ
പറയുന്നതിൻ്റെ മെയിനായ കാരണം ശരീരത്തെ തുണി ചുറ്റി വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു കഴിഞ്ഞിട്ട് ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കണ്ടു നിൽക്കുന്നവർ ശ്രമിച്ചു കഴിയുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും തീ അങ്ങോട്ട് ആളുമ്പോഴത്തേക്കും ദുർബല നിമിഷം കൊണ്ട് കഴിഞ്ഞിട്ട് ഇവർക്ക് ചിന്തിക്കാനുള്ള ഒരു ടൈം കിട്ടും. ആ സമയത്ത് ഓടും, രക്ഷപ്പെടാനേ ഓടണേ. അപ്പോൾ രക്ഷപ്പെടാൻ ഓടിക്കഴിയുമ്പോഴത്തേക്കാണ് വെള്ളമൊഴിച്ച് തണുപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഉടനെ പറ്റുന്നത് എന്നാണെന്നറിയുമോ, ശരിക്ക് ശ്വാസം എടുക്കും. അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡ് ശരിക്കും വലിച്ചു കയറ്റും, അത് ശ്വാസകോശത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ ഓക്സിജൻ്റെ ലെവൽ മുകളിൽ കയറും. സത്യത്തിൽ പൊള്ളലേറ്റല്ല ഈ ആൾ മരിക്കുന്നത്, ഈ ഓക്സിജൻ ഇല്ലാണ്ടായിട്ടാണ് മരിക്കുന്നത്. ഈ വിഷം അകത്തേക്ക് കയറിയിട്ടാണ്. അതിന് നമുക്ക് ഞാനെന്നല്ല, ഈ ലോകത്തിൽ ആര് നോക്കിയാലും അത് രക്ഷപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഇതിൻ്റെ ഒരു ശിക്ഷയായിട്ട് തമ്പുരാൻ തന്നെയാണ് ഒരു 10-12 ദിവസം കൊണ്ട് ഇവർ ജീവിക്കാനാണ്. വെന്ത് അതിൽ കൂടി ഒരു ശിക്ഷ ഈ ലോകത്ത് കിട്ടാനില്ല. എന്നിരുന്നാലും അങ്ങയുടെ ഒരു വളരെ വേണ്ടപ്പെട്ട ബന്ധുവാണെങ്കിൽ അതിന് എനിക്ക് ഒരു അഡ്വൈസ് പറയാനുള്ള ഇത്രയും മാത്രമേ ഉള്ളൂന്നേ. ഈ തീയും വെള്ളവും ഇത് വായു ഒഴിവാക്കിയിട്ട് അപ്പൊ ഇത് 3 കൂട്ടം ഒഴിവാക്കിയിട്ട് കയറുണ്ട്, വിഷമുണ്ട്, എന്തെല്ലാം സാധനം വണ്ടിക്ക് മുന്നിൽ ചാട്. തീ ഒഴിവാക്കുന്നത് അത്രയും വേദനാജനകമാണ്, ഭീകരമാണ്. അല്ല, രോഗിക്ക് മാത്രമല്ല കണ്ടിരിക്കുന്നവർക്കും സഹിക്കാൻ പറ്റില്ല, ഡോക്ടർക്ക് സഹിക്കാൻ പറ്റില്ല. അതായത് അത്രയും വേദന സഹിച്ചുകൊണ്ടാണ് ഈ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ ജീവിതത്തിലേക്ക് മടങ്ങി വന്നവർ ഇവര് ലോകത്തിൽ അറക്കപ്പെട്ടവരാ, മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അറക്കപ്പെട്ടവരാ. അത് വലിയൊരു ഉപദേശമാണ്. അതായത് ഓർക്കുക, മണ്ണെണ്ണ ഒഴിച്ചും അതിൽ പെട്രോൾ ഒഴിച്ചൊക്കെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരെ ഇങ്ങോട്ട് കയറ്റില്ല എന്നാണ് വൈദ്യര് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളാരും മണ്ണെണ്ണ ഒഴിച്ചോ പെട്രോൾ ഒഴിച്ചോ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കേണ്ട. നിങ്ങൾ വെന്ത് എല്ലാം അനുഭവിച്ചിട്ടേ, വേദന അനുഭവിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. വേറെ ചികിത്സയും ഇല്ല ലോകത്തിൽ. സത്യത്തിൽ ഒരു 70% ഒക്കെ തേപ്പൊള്ളൽ വന്നു കഴിഞ്ഞാൽ ആള് ജീവനോടെ കിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇവിടെ അങ്ങനെ വന്നാലും ഇവിടെ കൊണ്ടുവന്നാൽ വൈദ്യര് തട്ടിമാറ്റില്ല എന്നുകൂടി പറഞ്ഞിട്ട്